Hi dear children, welcome back to PES Hub online classes. നമ്മളിപ്പോൾ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തേർഡ് സെഷനിലാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലീനിയർ പോളിനോമിയലിന്റെ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. വീഡിയോ വാച്ച് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് വാച്ച് ദ പ്രീവിയസ് വീഡിയോ. ഓക്കെ, നമ്മൾ ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ കുറിച്ചിട്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. വാട്ട് ഇസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മീൻസ് എ പോളിനോമിയൽ വിത്ത് ഡിഗ്രി ഈക്വൽ ടു 2 and we studied that the number of zeros of a polynomial is equal to the degree of the polynomial, or otherwise the maximum number of zeros of a polynomial is equal to the degree of the polynomial. So quadratic polynomial degree 2 ആയതുകൊണ്ട് it can have a maximum of 2 zeros. So ഈ zeros കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. അതായത് ഒരു പോളിനോമിയൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ the factors of a polynomial is given to you and you are asked to calculate the polynomial. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള ഒരു സംഭവം നിങ്ങൾ 9th പഠിച്ചു തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. പോളിനോമിയൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് മാത്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് പോളിനോമിയലിലേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഞാൻ പറയാണ് 2 and 3 are the factors of a number and what is a number ഞാൻ ചോദിച്ചു. എന്താ നമ്മൾ ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഏതൊരു നമ്പറിന് രണ്ട് ഫാക്ടേഴ്സ് 2 ഉം 3 ആണെങ്കിൽ വാട്ട് ഈസ് എ നമ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം, വിൽ സിംപ്ലി മൾട്ടിപ്ലൈ 2 and 3 ആൻഡ് വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 6 അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു 6 ആണ് നമ്മുടെ നമ്പർ ബിക്കോസ് ദ ഫാക്ടേഴ്സ് ആർ 2 and 3. ഇതിന്റെ റിവേഴ്സ് പ്രോസസ് എന്താണെന്ന് നോക്കി നോക്കേ. അതായത് ഞാൻ പറയാണ് 6 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, ഈ രണ്ട് നമ്പറിനെ രണ്ട് ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറയാണ്. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് എന്താ എഴുതുക? ഇപ്പൊ ഇത് അറിയുന്നതുകൊണ്ട് നമ്മൾ പറയും 6 ഈക്വൽ ടു 2 into 3 എന്ന് പറയും അല്ലേ? നമ്മൾ ആദ്യം ചെയ്ത ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയാം. ഓക്കെ, 2 ഉം 3 രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, അതിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ സോ യു ക്യാൻ സേ ദാറ്റ് ഐ ഹാവ് എക്സ്പാൻഡഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്ത പരിപാടിനെ നമ്മൾ വിളിക്കുന്നത് ഫാക്ടറൈസേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? A number is expressed as a product of two factors എന്ന് പറഞ്ഞു. ഇതേ സംഭവം തന്നെയാണ് പോളിനോമിയൽസിലും വരും. പോളിനോമിയൽസിൽ ആൾജിബ്ര എക്സ് വൈ എന്നെല്ലാം പറയുന്ന ചില വേരിയബിൾസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ഐ ഹാവ് എ ഫാക്ടർ എക്സ് പ്ലസ് 1 ആൻഡ് ഐ ഹാവ് another factor എക്സ് പ്ലസ് 2 ഫോർ എ പോളിനോമിയൽ ആൻഡ് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദാറ്റ് പെർട്ടിക്കുലർ പോളിനോമിയൽ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നമ്പർ കണ്ടുപിടിച്ചത്? മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ രണ്ട് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യുക? യു ജസ്റ്റ് മൾട്ടിപ്ലൈ. ഇഫ് യു ആർ ഗിവൺ 2 factors, okay, multiply 2 factors and you will get the polynomial. Here, since you have 2 factors here, you are going to get a quadratic polynomial. Suppose I am giving you 3 factors, you will be getting a cubic polynomial. Why? Because 3 factors means finally you will get a power, maximum power of 3. നമുക്ക് നോക്കാം. So x plus 1 and x plus 2. What you have to do to calculate the polynomial? Just multiply those two factors, x plus 1 and x plus 2. How can you multiply? അത് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുക. നമുക്ക് രണ്ട് ഫാക്ടേഴ്സിൽ ബ്രാക്കറ്റിന്റെ അകത്ത് രണ്ട് ടേംസ് ഉണ്ടല്ലോ, ഈ രണ്ട് ടേംസിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം സെക്കൻഡ് ഫാക്ടറിലേക്ക്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എക്സ് എന്നുള്ള ടേം എടുത്തു, and I am multiplying with x plus 2 which is the second term, and sorry, second factor. And I am taking the second term which is plus 1 and I am multiplying with the x plus 2. Okay, so now you distribute this x inside. So x multiplied by x becomes x square. Okay, laws of exponents എല്ലാവരും പഠിച്ചിട്ടുണ്ടാവല്ലോ. When you multiply the variables you have to add the exponent. Exponent it is here 1, it is also 1. So when you add 1 plus 1 you will be getting 2. So that is why it is x square. Plus x into 2 is 2x plus what is this one? There is a number plus 1 is there. Okay, so plus 1 into x is 1x, but we will simply writing it as x only. So 1 into plus 2 becomes what? Plus 2. Okay, so now you have to do what? I have 1 2 3 4 terms ഉണ്ട്. ഈ 4 termsനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ലൈക്ക് ടേംസ് കമ്പൈൻ ചെയ്തിട്ട്. എങ്ങനെയാണ് നമ്മൾ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ രണ്ട് ലൈക്ക് ടേംസ് എനിക്ക് കാണാൻ പറ്റും, 2x ആൻഡ് x അല്ലെ? എക്സിന്റെ രണ്ടിന്റെയും എക്സ്പോണന്റ് സെയിം തന്നെയാണ്. സോ ദേ ആർ ലൈക്ക് ടേംസ്. 2x plus x is how much? 3x. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 2 apple plus 1 apple is equal to how much എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? 3 apples എന്നല്ലേ, സോറി 3 apple എന്നല്ലേ നമ്മൾ പറയാം.
So we are operating the coefficients and we are writing the variable as it is. So 2x plus 1x means I am operating the coefficient 2 and 1. Okay, x square is x square only. 2 plus 1 is 3. I am writing the variable as it is through 3x plus 2. Okay, this is the expansion you have studied before. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, അല്ലെങ്കിൽ ഇപ്പൊ 10th ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഈ എക്സ്പാൻഷൻ എന്നുള്ള പരിപാടിയല്ല. Instead, you will be given a formula or a polynomial something like this. ഇതുപോലെ എന്തെങ്കിലും ഒരു ഫോർമുല നിങ്ങൾക്ക് തരും. ഈ ഫോർമുല തന്നിട്ട് നിങ്ങളോട് പറയും what are the factors. Factors എന്ന് അവർ പറയില്ല. They are going to ask you what are the zeros. ഈ zeros കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള പരിപാടിയാണ് factors കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. Means you should be able to rewrite or you have to simplify this expression, and finally you are supposed to express this particular polynomial as x plus 1 multiplied by x plus 2. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ സീറോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. സോ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. ആക്ച്വലി നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും സ്ട്രഗിൾ ഉള്ള ഒരു കേസ് ഇതാണ്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ്. സോ നമുക്ക് ഇനി നോക്കാനുള്ളത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അതിനു മുമ്പ് നിങ്ങൾ 9th പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാനുണ്ട്. 9th നിങ്ങൾ മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ 2nd ചാപ്റ്റർ പോളിനോമിയൽ അതിന്റെ ലാസ്റ്റ് സെഷനിൽ ലാസ്റ്റ് ആ സമ്മറി പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമുല കാണാൻ പറ്റും. ഒരുപക്ഷെ അവിടെ നിങ്ങൾ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നായിരിക്കില്ല, വേറെ എന്തെങ്കിലും തരത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ബട്ട് സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. സപ്പോസ് ഐ എം എക്സ്പ്രസിംഗ് ഇറ്റ് ആസ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി മീൻസ് എക്സ് ആണ് വേരിയബിൾ, എ ബി എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിഫറെന്റ് നമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ എന്തെങ്കിലും ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഫോർമുല ഡെറൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അന്ന് കൃത്യമായി പഠിച്ച ഓർമ്മയില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് ബോർഡിലേക്ക് നോക്കുക. സോ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് എക്സ് എന്നുള്ള ടേം എടുത്തു, ഐ എം മൾട്ടിപ്ലൈങ് വിത്ത് എക്സ് പ്ലസ് ബി, then I am multiplying this a means plus a with x plus b. So I have written, so now I am distributing this x into inside, x square plus x into b becomes bx. Okay, ആദ്യം നമ്മൾ b അതായത് നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പർ എന്താന്ന് വെച്ചാൽ അത് എഴുതും, പിന്നെയാണ് നമ്മൾ വേരിയബിൾ എഴുതുക. So I am writing as bx, so then plus a into x ax, then a into b becomes ab, right? So ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ടേംസ് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കോഎഫിഷ്യൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുക, ബിയും എയും നമ്മൾ ആഡ് ചെയ്യണം. സോ അത് വിത്തിൻ എ ബ്രാക്കറ്റ്, സോ ബി പ്ലസ് എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഈ രണ്ട് ടേമിലും നമുക്ക് കോമൺ ഉള്ള ആൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ കൊടുക്കണം. കോമൺ ഉള്ള ആൾ ആരൊക്കെയാണ്, ബി പ്ലസ് എ ആണ്. സോറി, കോമൺ ഉള്ള ആളെ പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ആളെ ബ്രാക്കറ്റിൽ കൊടുക്കുക. സോ ബി ആണ് ഇവിടുത്തെ ആള്, സെക്കൻഡ് ടേമിൽ എ ആണുള്ളത്. സോ ബി പ്ലസ് എ ബ്രാക്കറ്റിൽ കൊടുത്തു, കോമൺ ഉള്ള എക്സിനെ ഞാൻ ബ്രാക്കറ്റിന് പുറത്ത് വെച്ചു. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ പ്ലസ് എ ബി അതുപോലെ തന്നെ എഴുതി. സോ ദിസ് ഇസ് ദ ഫൈനൽ സിംപ്ലിഫൈഡ് ഫോം. പിന്നെ നമ്മൾ ഫോമുല എഴുതുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ബി പ്ലസ് എ നമുക്ക് പറയാനുള്ള സൗകര്യത്തിന് നമ്മൾ എന്ത് പറയും, എ പ്ലസ് ബി എന്ന് പറയും. സോ ഫൈനലി വാട്ട് ഇസ് ദ ഫോമുല? ഇതുപോലെ തന്നെ പറഞ്ഞു പഠിച്ചാൽ വളരെ ഈസിയാണ് കേട്ടോ. ആദ്യം പറഞ്ഞു പഠിക്കുക, പിന്നെ ഒരു 4-5 തവണ മാക്സിമം എഴുതി പഠിക്കുക. കലാസ് പിന്നെ ഒരിക്കലും അത് മറക്കില്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഡിറ്റർമിനേഷനിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. So x plus a into x plus b, what is the formula? X square plus a plus b into x plus ab. So x plus a into x plus b equals x square plus a plus b into x plus ab. ആ രീതിയിൽ തന്നെ പറഞ്ഞു പഠിക്കുക. സോ ഈ ഫോമുല എഴുതാനുള്ള റീസൺ ഉണ്ട്. എന്തുകൊണ്ട് അറിയോ? സി എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫാക്ടേഴ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പോളിനോമിയൽ. എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ അതിനു മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സി ഈ ഒരു ഫോമിൽ തന്നെയാണ് തന്ന ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 താഴെ ഞാൻ തന്ന നമ്മൾ പഠിക്കുന്ന ഫോമുല എഴുതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് നമ്മൾ എഴുതി കൊടുത്തു. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എഴുതുന്നത് പരീക്ഷയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല. സോ ഈ സ്റ്റൈലിൽ നമ്മൾ എഴുതി. ഓക്കെ, ആൻഡ് ഫൈനലി യു ഹാവ് ടു എക്സ്പ്രസ് വാട്ട് this should be equal to x plus a into x plus b എന്ന് എഴുതണം അല്ലേ. See, I can rewrite it as x plus a into x plus b. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ന ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് അവസാനം ഇതുപോലെ രണ്ട് ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതി കൊടുക്കുക. ഇത്രയല്ലോ പരിപാടിയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷന്റെ താഴെ നമ്മൾ പഠിക്കുന്ന ജനറൽ ഫോമുല വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യുന്നത്. ഈ ഒറ്റ തവണ മാത്രമേ നമ്മൾ ഇങ്ങനെ എഴുതുള്ളൂ. ഈ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വളരെ സിമ്പിൾ ആണ്. സോ നോക്കുക, എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് തന്നെ എക്സ് സ്ക്വയർ കാണാം. ഓക്കെ, എക്സ് എന്ന് പറയുന്ന
ടേം ഉണ്ടല്ലോ, എക്സ് ഉൾപ്പെടുന്ന ടേം. സോ ആ എക്സിന്റെ പ്ലേസിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് ആസ് പെർ ദ ഫോർമുല യു ഹാവ് എ പ്ലസ് ബി ആൻഡ് അക്കോർഡിംഗ് ടു ദ ഗിവൻ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 3. ഇറ്റ് മീൻസ് വി ക്യാൻ ഇക്വേറ്റ് ദം. സോ ഐ എം ഇക്വേറ്റിംഗ് ആൻഡ് ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് എ പ്ലസ് ബി ഈക്വൽ ടു 3. എന്തായാലും മീനിങ് എയും ബി എന്താണ്? എയും ബിയും നമുക്ക് രണ്ട് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സി നമ്മുടെ പണി കഴിഞ്ഞു. എക്സ് പ്ലസ് ദാറ്റ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ എക്സ് പ്ലസ് സെക്കൻഡ് നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ തരും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ട് നമ്പേഴ്സ് എ പ്ലസ് ബി. വെൻ യു ആഡ് ദോസ് ടു നമ്പേഴ്സ് യു ഷുഡ് ഗെറ്റ് ഹൗ മച്ച്? 3. ഇനി നിങ്ങൾ നോക്കിയേ, ലാസ്റ്റ് ടേം എന്നുള്ളത് 2 ആണ്, അതായത് വേരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റന്റ് ടേം. ആ കോൺസ്റ്റന്റ് ടേമിന്റെ അടുത്ത് എ ബി എന്നല്ലേ കാണുന്നത്. അതായത് ഐ ക്യാൻ ഇക്വേറ്റ് ദം ആസ് എ ബി ഈക്വൽ ടു വാട്ട്? 2. ഇനി ഈ പറഞ്ഞ ഈ എഴുതിയിട്ടുള്ള സാധനത്തിന്റെ മീനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കി. രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ആ രണ്ട് നമ്പേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ യു ഷുഡ് ഗെറ്റ് 3 ആൻഡ് ദോസ് ടു നമ്പേഴ്സ് വെൻ യു മൾട്ടിപ്ലൈ യു ഷുഡ് ഗെറ്റ് 2. ഓക്കെ, ഇത് വളരെ ചെറിയ നമ്പറാണ്, നമുക്ക് വേഗം കിട്ടും അല്ലേ? അതിന് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ വലിയ നമ്പർ വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ചെറിയ നമ്പർ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് എഴുതി പോവല്ല വേണ്ടേ. ഈ 2 എന്ന് പറയുന്ന നമ്പറിന്റെ, അതായത് പ്രൊഡക്റ്റിലേക്കാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പ്രൊഡക്റ്റിന്റെ ഫാക്ടേഴ്സ് ആദ്യം നോക്കുക. 2 എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പർ ആയതുകൊണ്ട് വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? 1 and 2 are the factors അല്ലെ? സോ 1 ഉം 2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടുമല്ലോ, ഒരു പ്രശ്നമില്ല. The same time when you add 1 and 2 means 1 plus 2, when you add, what is answer going to get? 3 എന്ന് കിട്ടും അല്ലെ? So when you multiply these two numbers you are going to get 2, and when you add these two numbers you are going to get what? 3. So ഇതാണ് നമുക്ക് ആവശ്യമുള്ള രണ്ട് നമ്പേഴ്സ് എന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായി ആയല്ലോ. ഇനി ഈ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ മാറ്റി എഴുതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ദിസ് ഇസ് ദ ഗിവൺ പോളിനോമിയൽ. ഓക്കെ, ഐ ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് b of x equal to, because this is a polynomial. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ തന്ന രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പോളിനോമിയലിലുള്ള എക്സ് ഉൾപ്പെടുന്ന ടേമിനെ വിളിക്കുന്ന പേരെന്താ? ഈ ടേമിനെ വിളിക്കുന്നത് മിഡിൽ ടേം എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പഠിച്ചിട്ടുള്ളത്. സോ ഈ മിഡിൽ ടേമിനെ ഈ രണ്ട് നമ്പേഴ്സ് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ്, ഇൻസ്റ്റെഡ് ഓഫ് 3x you are going to write it as 1x, means I will simply write it as x plus 2x plus 2. ഇവിടെ കുട്ടികളെല്ലാവരും പൊതുവെ വരുന്ന മിസ്റ്റേക്ക് എന്താ അറിയോ? ഇവിടെ എക്സ് അല്ലെങ്കിൽ 2x എന്നൊക്കെ എഴുതുന്നതിന് പകരം സിംപ്ലി യു വിൽ ബി റൈറ്റിംഗ് ആസ് 1 and 2. വെറുതെ നമ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല. വിത്ത് വാരിയബിൾ യു ഹാവ് ടു റൈറ്റ്. ഇത് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ നീ രണ്ട് ആൾക്കാരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മുകളിലുള്ള ആൾ കിട്ടുന്നുണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്യണം. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും ഇവിടെ എക്സ് എഴുതാൻ മറക്കില്ല. അല്ലെങ്കിൽ ചില കുട്ടികൾ വെറുതെ നമ്പർ മാത്രം എഴുതിയിട്ട് പോവാണ് ചെയ്യുക. സോ നോക്കിക്കോളൂ, പ്ലസ് എക്സ് പ്ലസ് 2x ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് 3x അല്ലെ? നമ്മൾ ലൈക്ക് ടേംസ് ഒക്കെ ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും 4 ടേംസ് നമുക്ക് ഇപ്പൊ കാണാം. 1 2 3 4. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ? ഓരോ രണ്ട് ടേംസിനെ വെച്ചിട്ട് പെയർ ചെയ്യാം, അവരെ ഗ്രൂപ്പ് ആക്കി കൊടുക്കുക. ആക്കിയല്ലോ. ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് ടേംസ് നോക്കിയിട്ട് അതിൽ ആരെങ്കിലും കോമൺ ഉണ്ടോ നോക്കുക. എന്തായാലും കോമൺ ഉണ്ടാവും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് പറയുന്ന ടേമില് രണ്ട് ടേമിൽ എനിക്ക് കോമൺ ഉള്ളത് ആരാണ്? എക്സ് എന്ന് പറയുന്ന ടേമാണ്. അപ്പൊ കോമൺ ഉള്ള ആളെ പുറത്തു വെക്കുക. അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആലോചിച്ച് നോക്കി, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫസ്റ്റ് ടേമിൽ ഞാൻ എക്സിനെ പുറത്തു വെച്ചാൽ ബാക്കി എന്താണ് ഉള്ളത്? ഇനി എക്സ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് എന്നല്ലേ നമുക്ക് എക്സ് സ്ക്വയർ കിട്ടുന്നത്. സോ നോ പ്രോബ്ലം. വാട്ട് വാസ് ദ സെക്കൻഡ് ടേം? ഇറ്റ് ഈസ് പ്ലസ് എക്സ്. സോ പ്ലസ് ഈസ് പ്ലസ് ഓൺലി. എക്സ് ആണ് ഉണ്ടായിരുന്നത്, ആ എക്സിനെ ഞാൻ പുറത്തു വെച്ചാൽ ഇനി അവിടെ എന്താ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ആരും ബാക്കിയില്ല എന്ന് പറയുന്നത് +1 ആണ് ബാക്കി ഉണ്ടാവുക. ബിക്കോസ് എക്സ് ഇൻ ടു ദിസ് 1 യു ആർ ഗോയിങ് ടു ഗെറ്റ് ആസ് പ്ലസ് എക്സ് ഓൺലി. ഓക്കെ, ഇനി അടുത്ത രണ്ട് ടേമിന് നോക്കുക. അടുത്ത ഗ്രൂപ്പിൽ ആരാണ് കോമൺ ഉള്ളത് നോക്കി. 2x + 2 എന്നല്ലേ കാണുന്നത്. 2x + 2 ആരാ കോമൺ? സി 2 എന്ന് പറയുന്ന നമ്പർ കോമൺ അല്ലേ. സോ ആ 2 ഞാൻ പുറത്തു വെച്ചു, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. 2x 2 പുറത്തു വന്ന ബാക്കി എന്താ ഉള്ളത്? x ആണ് ഉണ്ടാവുക. പ്ലസ് 2 എന്ന് പറയുന്ന നമ്പറിൽ 2 തന്നെ കംപ്ലീറ്റ് പുറത്തു വരുന്നതിന് ബാക്കി എന്താ ഉണ്ടാവുക? +1 ആണ് അവിടെ ഉണ്ടാവുക. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് എത്ര ടേംസ് ഉണ്ട് നോക്കിയേ? 2 ടേംസ്. വൈ? ബിക്കോസ് ഇതൊറ്റ ഗ്രൂപ്പാണ്. പിന്നെ പ്ലസ് സൈൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും അടുത്ത ടേം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേംസ് ആർ ഓൾവേസ് സെപ്പറേറ്റഡ് ബൈ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ നമുക്ക് ഇവരെ കംപ്ലീറ്റ് ഒരൊറ്റ ഒരു ടീമായിട്ട് എടുക്കാം. ഇത് രണ്ടാമത്തെ ടേം ആയിട്ട് എടുക്കാം. അപ്പൊ ഈ രണ്ട് ടേമിൽ ഇനി ആരാ കോമൺ നോക്കിയേ? x + 1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഒരു ഗ്രൂപ്പ് ഇവിടെയും കാണാം അപ്പുറത്തും കാണാം.
So they are common. So I am keeping that particular factor outside again. And again I am starting with a bracket. So ഈ x plus 1 into x എന്ന് ഇവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തിനു ബാക്കിയുള്ളത് ഇവിടെ x ബാക്കിയുണ്ട്, അപ്പുറത്തെ ഒരു പ്ലസ് 2 ബാക്കിയുണ്ട്. ഖലാസ് കഴിഞ്ഞില്ലേ? ആൻസർ ഈസ് ഓവർ. ഇതല്ലേ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതിയിട്ട് അവസാനം ഈ ഒരു ആൻസർ കിട്ടിയല്ലേ ചെയ്തിരുന്നേ? പോയോ? ഈ ആൻസർ കിട്ടിയല്ലേ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ സ്റ്റെപ്പ് നിങ്ങൾ നോക്കി വെക്കുക. കുറച്ച് മുമ്പ് ചെയ്ത നിങ്ങൾ നോട്ടിൽ എഴുതിയ സാധനം നോക്കി വെക്കേ. അവിടെ എന്താണ് നിങ്ങൾ ചെയ്തത് അതിന് നേരെ റിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി, പിന്നെ നിങ്ങൾ അതിൽ ഈ ഒരു സ്റ്റൈലിൽ മാറ്റി എഴുതി, പിന്നെ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്തു, അവസാനം ആഡ് ചെയ്ത് സിമ്പിളായിട്ട് ഒരു ആൻസർ കിട്ടി. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? ഫാക്ടറൈസേഷന് വേണ്ടി ചെയ്യുന്നത് ഇതിന്റെ നേരെ റിവേഴ്സ് ഓർഡർ ആണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി, അതിൽ നിങ്ങൾ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പുതിയൊരു പരിപാടി എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കുന്ന വലിയൊരു ടേംസ് എല്ലാം കൊണ്ടുവന്നു. പക്ഷെ സാധനം വളരെ സിമ്പിൾ ആണ്. ഓക്കെ, എന്താണോ നിങ്ങൾ എക്സ്പാൻഷൻ ഉപയോഗിച്ചത് അതിന് നേരെ റിവേഴ്സ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫാക്ടേഴ്സ് കിട്ടും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സി, നിങ്ങൾക്ക് എ ബി എന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് കിട്ടി? 1 ഉം 2 ഉം കിട്ടിയില്ലേ? ഇത് ആക്ച്വലി ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് ഇതാ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ രണ്ട് ഫാക്ടേഴ്സ് കണ്ടില്ലേ നേരത്തെ? 1 ഉം 2 ഉം. ആ 1 ഉം 2 ഉം തന്നെയല്ലേ? 1 ഉം 2 എന്ന് വെച്ചാൽ സൈൻ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പ്ലസ് 1 ഉം പ്ലസ് 2 ആയിട്ടാണ് ഞാൻ സൈൻ പറയാത്തത്. സോ ദിസ് ഇസ് പ്ലസ് 1 ആൻഡ് ദിസ് ഇസ് പ്ലസ് 2. ആ പ്ലസ് 1 ഉം പ്ലസ് 2 ഉം തന്നെ ഫൈൻ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട്. സി, ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു സെലക്ട് ദ ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് അല്ലെ? ബട്ട് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് 2 മാർക്കൊക്കെ ആണെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഇത്ര നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് പ്ലസ് മൈനസ് എന്നൊക്കെ പറഞ്ഞ് സൈനിൽ കുറച്ച് മാറി വരുന്ന പ്രോബ്ലം നമുക്ക് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നമ്മുടെ ഈ കോഴ്സിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ 2 സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ്. അവിടെ നമ്മൾ കംപ്ലീറ്റ് സൈൻ വെച്ച് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈക്ക് ടേംസിനെ സിംപ്ലിഫൈ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്നുകൂടി ഐ ആം ജസ്റ്റ് റിമൈൻഡിങ് യു, ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് വാച്ച് ദ വീഡിയോ ആൻഡ് പ്ലീസ് കം ബാക്ക്. സോ നമുക്ക് ഫാക്ടറൈസേഷന്റെ വേറെ 1-2 പ്രോബ്ലംസ് കൂടെ നോക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീറോസ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും, ഫാക്ടറൈസേഷൻ മാത്രം നിങ്ങൾ പഠിക്കാനുള്ളൂ. അതിന്റെ ഒരു സ്റ്റെപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സീറോസ് കിട്ടും. ഓക്കെ, സോ x² - 5x + 6 എന്ന് പറയുന്നതാണ് ഒരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഫോമിൽ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. x + a × x + b = x² + a + b × x + ab. ഇതാണ് ഫോർമുല. അത് പറഞ്ഞത് പ്രകാരം നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? കോഎഫിഷ്യന്റ് ഓഫ് x is equal to what? a plus b എന്ന് പറയാം. a plus b equals what is the coefficient of x? It is -5. Sign is having its own importance. Okay, so you have to write with the sign itself. So it is -5. So ചിലപ്പോൾ ഉണ്ടല്ലോ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നൊക്കെ നിങ്ങൾ a plus b എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രശ്നവുമില്ല. ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. 2 നമ്പേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ചില ആൾക്കാർ a b എന്ന് വിളിക്കും, ചിലപ്പോൾ m n എന്നൊക്കെ വിളിക്കും. എക്സാമിന് a b തന്നെ പറയുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. 2 നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ജനറൽ ആയിട്ട് വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് a യും b യും. അത് കേട്ടിട്ട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. സോ 2 നമ്പേഴ്സ് യു ഹാവ് ടു ആഡ്. യു വിൽ ബി ഗെറ്റിംഗ് -5. ആൻഡ് വാട്ട് അബൌട്ട് ദ കോൺസ്റ്റന്റ് ടേം? ഇറ്റ് ഈസ് ആക്ച്വലി ab, or the product of the 2 numbers you have to calculate. So it should be equal to how much? +6. സോ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രൊഡക്റ്റിന്റെ ഈ സാധനത്തിലേക്കാണ്. സോ ഇതിന്റെ ഫാക്ടേഴ്സ് വേണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ. അതായത് 6 കിട്ടണമെങ്കിൽ ആരൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1 ഉം 6 ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 ഉം 3 ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 6 കിട്ടും. ഇത് നോക്കേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ നോക്കേണ്ട കാര്യം വളരെ കെയർഫുൾ ആയിരിക്കണേ. കാരണം 1 ഉം 6 ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 കിട്ടും, മീൻസ് പോസിറ്റീവ് 6 കിട്ടും. അതേസമയം ഇഫ് ഇറ്റ് ഈസ് -1 ആൻഡ് -6 നമുക്ക് അപ്പോഴും പോസിറ്റീവ് 6 തന്നെയല്ലേ കിട്ടുക. നമ്മൾ സൈൻ കൺവെൻഷന്റെ കേസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വെൻ യു മൾട്ടിപ്ലൈ 2 നെഗറ്റീവ് then also you will get what? +6. If you multiply +2 and +3, definitely you will get +6. The same time if you multiply -2 and -3, you will be getting what? +6. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവാം. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇഫ് യുവർ പ്രൊഡക്റ്റ് ഈസ് പോസിറ്റീവ്, ഇറ്റ് മീൻസ് the 2 numbers can be both of them positive or both of them negative. 2 പോസിബിലിറ്റി നമുക്കുണ്ട്. സോ അതിന് എങ്ങനെ നമ്മൾ ആ പോസിബിലിറ്റി കൺഫേം ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പൊ തന്നെ നേരെ നിങ്ങൾ സം നോക്കുക, സമ്മിന്റെ സൈൻ നോക്കുക. സീ വാട്ട് ഈസ് ദ സൈൻ ഹിയർ? -5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. ഇവിടെ നിന്ന് ഞാനിപ്പോൾ നോക്കുകയാണ്. 2 ഉം 3 ഉം എടുത്തെന്ന് വിചാരിച്ചോളൂ. +2 and +3 when you multiply you will get what? +6.
Okay, the same time when you add plus 2 and plus 3, will you be getting negative 5 or positive 5? I'll be getting positive 5 only, അല്ലേ? അതേസമയം ഒന്ന് ആലോചിക്കുക, negative 2 multiplied by negative 3, okay, I will be getting again positive 6. We have two possibility. And the same time, when you add negative 2 and negative 3, then you will be getting what? Negative 5. ഇത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? രണ്ട് സെയിം നമ്പേഴ്സ്, രണ്ട് സെയിം സൈൻ ഉള്ള നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഡിജിറ്റ്സ് മാത്രം നോക്കണം, അന്നേരം സൈൻ നോക്കരുത്, ഡിജിറ്റ് നോക്കുക. ഇവിടുത്തെ ഡിജിറ്റ് 2 ആണ്, ദ സെക്കൻഡ് ഡിജിറ്റ് ഇസ് 3. ആഡ് ദ ഡിജിറ്റ്സ്, യു വിൽ ബി ഗെറ്റിംഗ് 5. എന്നിട്ട് രണ്ടാൾക്കും ഒരേ സൈൻ ആണല്ലോ, എന്താണ് ആ സൈൻ? നെഗറ്റീവ് അല്ലേ? ഓക്കെ, അതങ്ങ് ഇട്ട് കൊടുക്കുക. ദാറ്റ് വിൽ ബി യുവർ ആൻസർ. സി, negative 5 എന്ന് കിട്ടും. സോ ഈ നെഗറ്റീവ് തന്നെയല്ലേ നിങ്ങൾക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്? മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ടാവുക. പോസിറ്റീവ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, സൈൻ പോസിറ്റീവ് ആണെങ്കിൽ it means you will be having two possibilities. Either both of them can be positive or both of them can be negative. So അത് കൺഫേം ആക്കാൻ എന്താ ചെയ്യേണ്ടത്? സമ്മിന്റെ സൈൻ നോക്കുക. ഇതൊക്കെ വളരെ പെട്ടെന്ന് തീരും കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ, കാരണം ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾ ഉണ്ടാവും. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുക കൃത്യമായിട്ട്. ഇതൊക്കെ നോട്ട് ചെയ്തെടുക്കണേ. മീൻസ് ഡൗട്ട് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ നോട്ടിൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി നിങ്ങൾ കാണാം. സോ ഇവിടെ ഇപ്പൊ നമുക്ക് രണ്ട് ചാൻസ് ഉള്ളത്, ഒന്നെങ്കിൽ negative 1 and negative 6 ആയിരിക്കും, അത് അല്ലെങ്കിൽ negative 2 negative 3 ആയിരിക്കും. ഒന്ന് നോക്കിയൊക്കെ സമ്മിലേക്ക് നോക്കിയേ, negative 1 ഉം negative 6 ഉം ആഡ് ചെയ്താൽ you are not going to get negative 5. So what is the possibility? This one. Am I right? When you add negative 2 and negative 3, definitely you will be getting negative 5. So നമ്മുടെ രണ്ട് നമ്പേഴ്സ് ആരൊക്കെയാ? negative 2 negative 3. ഇതെന്താ നമ്മൾ പറഞ്ഞത്? ഈ രണ്ട് ടേംസിലേക്ക്, ഈ രണ്ട് നമ്പേഴ്സിന്റെയും ടേംസിലേക്ക് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. So I am rewriting p of x equal to x square ഒന്നും ചെയ്യരുത്, അതുപോലെ തന്നെ എഴുതുക. മൈനസ് 5x എങ്ങനെ എഴുതണം? സി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൈനിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റത്തെ സൈൻ എന്താ? negative 2x ആണ്, മീൻസ് minus 2x. In terms of x you have to write, don't simply write the digit as it is or the number as it is. So what is the second one? Minus 3x plus 6. ഇത് minus 3x ആണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് എഴുതി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ഒന്ന് ബാക്കിലേക്ക് നോക്കണം. മീൻസ് if you add minus 2x and minus 3x, whether you will be getting minus 5x? Definitely. അല്ലെ? നമ്മൾ അതും പറഞ്ഞിരുന്നു. minus 2x minus 3x എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? Now you have like terms. ഈ like termsന്റെ കോഎഫിഷ്യന്റ് negative 2 negative 3. negative 2 negative 3 എന്ന് വെച്ചാൽ സെയിം സൈനുള്ള ആൾക്കാരാണ്. സെയിം സൈനുള്ള ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡിജിറ്റ്സ് 2 ഉം 3 എന്ന് പറയുന്ന ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് 5 എന്ന് വരും. എന്നിട്ട് ആ രണ്ട് ആൾക്കാരുടെയും കോമൺ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറിലും നെഗറ്റീവ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ വാരിയബിൾ എന്താണ്? എക്സ്. ആ വാരിയബിളിന് അതുപോലെ അങ്ങ് എഴുതി കൊടുക്കും. ഇങ്ങനെയാണ് ലൈക്ക് ടേംസ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് ബാക്കിലേക്ക് ആൻസർ കിട്ടുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സോ ഐ ഹാവ് ടു കമ്പൈൻ ഓർ ഐ ഹാവ് ടു മേക്ക് ദം ആസ് 2 ഗ്രൂപ്പ്സ്. ഓക്കെ, ഓരോ ഗ്രൂപ്പിൽ രണ്ട് ആൾക്കാരുണ്ടാവും. ഈ രണ്ട് ആൾക്കാരിൽ ആരാ കോമൺ? എക്സ് കോമൺ ആണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് എക്സ് ഹിയർ, യു ഹാവ് എ -2 ഹിയർ. ശരിയാണല്ലോ? വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. x into x you will be getting x square, x into -2 you will be getting -2x. It's over. See, now I have -3x and 6. ഈ -3x-ലും 6-ലും ആരാ കോമൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയും 3 ആണ് കോമൺ. പക്ഷെ 3 മാത്രമാണോ കോമൺ? അല്ല, 3യും കോമൺ ആണ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ആളും കോമൺ ആണ്. വൈ? ബിക്കോസ് എനിക്ക് 6-നെ എങ്ങനെ എഴുതാം? 6 equal to -3 multiplied by -2 അല്ലേ മക്കളെ? അങ്ങനെ നമുക്ക് പറയില്ല. എപ്പോഴും പോസിറ്റീവ് ആണ് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ആണല്ലോ. സോ ഈ -3 എനിക്ക് 6-ന്റെ ഉള്ളിലും കാണാം, അതേസമയം എക്സിന്റെ കൂടെയും കാണാം. സോ ആരാ കോമൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ് കോമൺ. മീൻസ് -3 is a common. So I am starting with the bracket. See what is left here? Simply an x is left here. See, I have a plus sign here, but at the same time, if you are writing simply without thinking anything, if you are writing plus and you are writing 2, why? Because you will be saying, okay sir, 3 into 2 is 6. But same time you have to verify, because when you multiply -3 with a positive 2, you won't be getting a positive 6, you will get only -6. അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. positive 6 equal to -3 multiplied by -2. സോ ഇതിൽ ഈ -3 നമ്മൾ പുറത്ത് വെച്ചാൽ ഇനി ആരാ ബാക്കിയുള്ളത് അവിടെ? -2 ആണ്. ഇറ്റ് ഈസ് നോട്ട് യുവർ +2. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ഹിന്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് x-2 എന്ന് ഫാക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും നിർബന്ധമായിട്ട് x-2 കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആൻസർ തെറ്റാണ്. വേറെ കൂടുതലൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ഓക്കെ, സോ എന്താ ഉള്ളത്? ഇപ്പൊ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ്. ബിക്കോസ് ഈ മൊത്തം ആൾക്കാരെ നമുക്ക് ഒരു ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം.
ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ ഐ ടോൾഡ് യു ബിഫോർ, നെഗറ്റീവ് സൈൻ ഓർ പോസിറ്റീവ് സൈൻ ആർ ആക്ച്വലി സെപ്പറേറ്റിംഗ് ദ ടേംസ്. സോ ഇതിന്റെ ഇപ്പുറത്തുള്ള ഈ മൊത്തം ടീം ഒരു ടേം ആണ്, അപ്പുറത്തുള്ളതും ഒരു ടേം ആണ് മൊത്തത്തിൽ. ഇവിടെ നമുക്ക് x-2 എന്ന് പറയുന്ന ടേം കാണാം, അപ്പുറത്തും x-2 എന്ന് പറയുന്ന ഒരു ടീമിനെ കാണാം. അപ്പൊ ആ ടീം മൊത്തമായിട്ട് അവിടെ കോമൺ ആണ്, കോമൺ ഉള്ള ആളെ പുറത്ത് വെച്ചു. അപ്പൊ തന്നെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. വാട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ? 1x ഈസ് ലെഫ്റ്റ് ഹിയർ. വാട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ? -3. ആൻസർ ഈസ് ഓവർ. ഖലാസ്. സി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത്രയൊന്നും സ്റ്റെപ്പ് ഇല്ലാണ്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ പറയാൻ പറ്റും. സി, നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് -2, -3 രണ്ട് ഫാക്ടർ കിട്ടിയിട്ടുണ്ട് അല്ലെ? സി, വാട്ട് ആർ ദ ടു ഫാക്ടേഴ്സ് യു ആർ ഗെറ്റിംഗ്? x-2 ആൻഡ് x-3. സി, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ഫോർമുല നമ്മൾ പഠിച്ചത് പ്ലസിന്റെ പേരിലല്ലേ, x+a × x+b എന്നല്ലേ ഫോർമുല പഠിച്ചിട്ടുള്ളത്, പിന്നെന്താണ് ഇവിടെ മൈനസ് കാണുന്നത് എന്നൊക്കെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സി, x-2 മീൻസ് it can be written as x+-2 into x+-3 എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ എപ്പോഴും പ്ലസ് എഴുതേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അതിന് ഈ കിട്ടുന്ന ആൻസറിനെ മാറ്റി എഴുതാനും പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് യുവർ a? -2. വാട്ട് ഈസ് യുവർ b? -3. സി, -2, -3 ഇവിടെ തന്നെ ആക്ച്വലി ഈ രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 മാർക്ക് 3 മാർക്കൊക്കെ ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, അത്രയേ ഉള്ളൂ. സോ ഇതെല്ലാവരും ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിയുന്നതും നെക്സ്റ്റ് പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഒന്നുകൂടെ വീഡിയോ വാച്ച് ചെയ്യുക. സോ നമ്മൾ അടുത്ത ക്വസ്റ്റൻ p(x) = x² - x - 6 എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ അതേ സംഭവം ഒന്നുകൂടെ നോക്കുക. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ a + b ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? ദ കോഎഫിഷ്യന്റ് ഓഫ് x which is മൈനസ് മീൻസ് -1 ആണ്. എപ്പോഴും മൈനസ് മാത്രം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് -1 അവിടെ കോഎഫിഷ്യന്റ് എന്നാണ്. സോ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഹിയർ? മീൻസ് the product of the two numbers should be equal to what? -6. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ സൈൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. 1ഉം 6ഉം ഫാക്ടേഴ്സ് ആണല്ലോ, ആണ്. അതുപോലെ തന്നെ വേറൊരു ഫാക്ടർ ആണ് ആര്? 2ഉം 3ഉം, ശരിയല്ലേ? സോ 2ഉം 3ഉം നിങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു സി, ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 6ന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. സി, പ്രൊഡക്റ്റ് നമുക്ക് നെഗറ്റീവ് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യുക. പ്രൊഡക്റ്റ് നെഗറ്റീവ് കിട്ടണമെങ്കിൽ either one of them should be negative. അത് ഏതും ആവാം. ചിലപ്പോൾ -1 പോസിറ്റീവ് ആയിട്ട് 6 നിങ്ങൾക്ക് എന്താവാം? നെഗറ്റീവ് ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ +1ഉം -6ഉം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരികയും ചെയ്യാം. അതുപോലെ തന്നെ താഴെയും ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ മതി എന്നേ ഉള്ളൂ. അത് നമുക്ക് എപ്പോൾ എങ്ങനെ കൺഫേം ആക്കാൻ പറ്റുക? ഈ -2 ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് 2 ആണോ നെഗറ്റീവ്, 3 ആണോ നെഗറ്റീവ്, അതല്ലെങ്കിൽ ഈ പെയർന്ന് ആരാണ് നെഗറ്റീവ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ കൺഫേം ആക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് മുകളിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ നോക്കുക, നമുക്ക് മനസ്സിലായി ഏതോ ഒരാൾ പോസിറ്റീവ് ആണ്, വേറെ ഏതൊരാൾ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി മുകളിലേക്ക് നോക്കിയേ, a + b എന്ന് പറയുന്ന സമ്മില്ലേ, ആ സമ്മിന്റെ സൈൻ എന്താണ് നോക്കിയൊന്നു? നെഗറ്റീവ് അല്ലേ കാണുന്നത്? സമ്മിന്റെ സൈൻ എന്താണോ ആ സൈൻ ആയിരിക്കും നിർബന്ധമായിട്ടും നിങ്ങളുടെ താഴെയുള്ള പെയർ ഉണ്ടല്ലോ അതിലെ ലാർജസ്റ്റിന്റെ സൈൻ. ഓക്കെ, ലാർജസ്റ്റ് നമ്പറിന്റെ സൈൻ ആയിരിക്കും അത് വരിക. ഓർത്തു വെക്കുക, എന്താണോ സമ്മിന്റെ സൈന് ആ സൈൻ ആയിരിക്കും ലാർജസ്റ്റ് നമ്പറിന്റെ സൈൻ ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായി. 2-3 പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ലാർജസ്റ്റ് നമ്പർ മൈനസ് ആവുന്നതെന്നൊക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 1ഉം 6ഉം ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 6 ഷുഡ് ബി നെഗറ്റീവ്. ഓക്കെ, ബിക്കോസ് സമ്മിന്റെ സൈൻ എന്താണോ അതായിരിക്കണം ലാർജസ്റ്റിൻ്റെത്. 2ഉം 3ഉം നോക്കിക്കഴിഞ്ഞാൽ ആരാണ് വലുത്? 3 ആണ്. സി, യു ഹാവ് ടു റൈറ്റ് 2 and -3. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക ഏതാണ് നമുക്ക് വേണ്ട പെയർ എന്ന് കണ്ടുപിടിക്കാൻ. സി, 1 × -6 6, നോ പ്രോബ്ലം. -6 you will get the product. But will you get the sum as -1? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. 1 + -6 is how much? ഓക്കെ, നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് സൈനുള്ള ആൾക്കാർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഡിജിറ്റ്സ് നോക്കുക. 1ഉം 6ഉം ഡിജിറ്റ് പറയുമ്പോൾ സൈൻ പറയണ്ട, ഡിജിറ്റ് 1ഉം 6ഉം ആണ്. 6ന്റെയും 1ന്റെയും ഡിഫറൻസ് എത്രയാണ് അത് കണ്ടുപിടിക്കാം. ഡിഫറൻസ് 5 ആണ്. ആ ഡിഫറൻസ് എഴുതിയിട്ട് ഏതാണ് ഈ കൂട്ടത്തിലെ വലിയ നമ്പർ? 6, അതിന്റെ സൈൻ അങ്ങ് ഇട്ട് കൊടുക്കണം. സി, -5 ആണ് വരിക. But what is the sum we want here? It is -1. So it's not definitely your 1 - 6. Okay. ഇനി അടുത്ത് നോക്കിക്കോളൂ, 2 - 3 നോക്കുക. So 2 + -3. When you add these two numbers, how much you will get? See, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് സൈനുള്ള ആൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡിജിറ്റ്സ് 2ഉം 3 ആണ് ഡിജിറ്റ്സ്. വാട്ട് ഇസ് ദ ഡിഫറൻസ്? 1 ആണ് ഡിഫറൻസ് വരിക. വലുതിന്റെ സൈൻ എന്താണ്? -1. Okay. See, -1 you are getting. So what are the numbers we wanted? 2 and -3. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഏതാണോ സൈൻ നോക്കുക, സമ്മിന്റെ സൈൻ എന്താണോ അത് വലുതിന് കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ഈ വലുതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ മൈനസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലെ?
ഇതൊന്ന് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡിൽ തന്നെ പഠിക്കുക. വളരെ ഈസിയാണ്. ബാക്കി പ്രൊസീഡ് ചെയ്യാം. സോ നമ്മൾ എന്താ വേണ്ടത്, ഇനി ഈ തന്ന നമ്പേഴ്സ് വെച്ചിട്ട് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് ആയിക്കോട്ടെ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 2x, then I have minus 3x and minus 6. What is the next step? Make them pairs. So what is the thing common? X, then x plus 2. See, I have minus 3x minus 6. What is common? I have minus 3 common, and what is left? It should be x plus 2. Kannada seyidam, because if you are ippurthe ningalku or x plus 2 kittitengil, definitely that will be the factor you are going to get in the other term as well. Okay, ningalku venengil onnu verify cheyyam. Minus 3 into x equal to minus 3x. See, minus 6 ആണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടേണ്ടത്. minus 6 പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ you have to multiply this minus 3 with a positive 2. See, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോസിറ്റീവ് 2 വരുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഫാക്ടറിന് ഇപ്പുറത്ത് ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും ഇപ്പൊ നമുക്ക് 2 ടേംസ് ഉണ്ട്, 1 and 2. അവിടെ ആരാ കോമൺ? x plus 2 എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് തന്നെ കോമൺ ആണ്. വാട്ട് ഈസ് ലെഫ്റ്റ്? x is left here, minus 3 is left here. See, x plus 2 into x minus 3. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ ഇവിടെ ഒരു പ്ലസ് 2 മൈനസ് 3 കിട്ടിയിട്ടുണ്ട്. അതിന്റെ ടേംസിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് വി നീഡ് സ്റ്റെപ്സ് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് സം മാർക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സീറോസിന്റെ പ്രോബ്ലം ആണ്. ബട്ട് നമ്മൾ അവിടെ പെട്ടെന്ന് ചെയ്യും. അത് ചെയ്യുന്നത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവണം. ഓക്കെ, സോ നമുക്കിനി സീറോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കിടക്കാം അല്ലേ. So p of x equal to the given polynomial. നമ്മൾ ലീനിയർ പോളിനോമിയലിന്റെ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴും സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഓക്കെ, ഇഫ് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ സീറോ ഓഫ് എ ഗിവൺ പോളിനോമിയൽ, വാട്ട് ഈസ് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ്? ഇക്വേറ്റ് ദ ഗിവൺ പോളിനോമിയൽ p of x to what? 0. ഓർമ്മയുണ്ടാവും അല്ലെ. സോ ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇൻസ്റ്റെഡ് ഓഫ് p of x ന്റെ സ്ഥാനത്ത് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? അതങ്ങ് എഴുതി കൊടുക്കുക. x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 20 ഈക്വൽ ടു 0. നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഫാക്ടറൈസേഷന്റെ സെയിം പരിപാടി തന്നെയാണ്. ഇതാണ് എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇതാണ് ഇക്വേറ്റ് ദിസ് ഗിവൺ p of x to 0. നേരത്തെ ഫാക്ടറൈസേഷൻ ചെയ്യായിരുന്നു, അവിടെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 20. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഇതിന് കണ്ടുപിടിക്കേണ്ടത്? 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സം ആണ് ആര്? -1 മീൻസ് എക്സിന്റെ കോഎഫിഷ്യന്റ്. നേരത്തെ നമ്മൾ a പ്ലസ് ബി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ അതിനെ എസ് എന്ന് എഴുതും അല്ലെ. സം പ്രൊഡക്റ്റ് മെത്തേഡ് എന്നൊക്കെ പഠിക്കുന്നുണ്ടാവും നിങ്ങൾ. സോ ആ സമ്മിന്റെ എസ് എന്താണ്? അതായത് a പ്ലസ് ബി ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് വിച്ച് ഇസ് -1 ആൻഡ് പ്രൊഡക്റ്റ്, അതായത് a ഇൻറ്റു ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്താണ്? ദ ലാസ്റ്റ് ടേം വിച്ച് ഈസ് -20. സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് -20 അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. സി 20 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? 20 എന്ന് പറയുന്ന നമ്പർ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ സ്റ്റൈൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫാക്ടേഴ്സിനെയും വളരെ എളുപ്പത്തിൽ കിട്ടും. 20 ചെറിയ നമ്പർ ഉണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ വലിയ നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കോമ്പിനേഷൻ വരാമെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അത് കിട്ടാനാണ് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുക. 20നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ കിട്ടുക? 20 ഫസ്റ്റ് യു ആർ ഡിവൈഡിങ് വിത്ത് 2, so you will be getting 10, then 2 again, you will be having what? 5, then you will be having 5 and 1 അല്ലേ. It means 20 equal to 2 into what? 5. ഇതറിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ അല്ല എല്ലാ കോമ്പിനേഷനും എഴുതാൻ പറ്റും. മീൻസ് 20 എനിക്ക് 1ഉം 20 എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ നോക്കിക്കോ, 2 ആദ്യം എടുക്കുക. സോ ഇറ്റ് ക്യാൻ ബി 2 into what? 2 into 5 is 10. അടുത്ത കോമ്പിനേഷൻ എങ്ങനെ എഴുതാം? 2 into 2 എന്താണ്? 4 ആണ്. 4 into 5 is also 20 അല്ലെ. നമുക്ക് ഇത്രയും കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രൊഡക്റ്റിന്റെ സൈൻ എന്താണ് മക്കളെ? നെഗറ്റീവ് അല്ലേ. അപ്പൊ ഇതിൽ ഏതോ ഒരാൾ നെഗറ്റീവ് ആയിരിക്കണം. പ്രൊഡക്റ്റ് ഈസ് നെഗറ്റീവ് മീൻസ് വൺ ഓഫ് ദം ഷുഡ് ബി നെഗറ്റീവ്. ഇനി ഇതിൽ ആരാണ് നെഗറ്റീവ് എങ്ങനെ നമ്മൾ തീരുമാനിക്കുക? അതിന് നമ്മൾ എന്താ പറഞ്ഞത്? സമ്മിലേക്ക് നോക്കുക. സമ്മിൽ നോക്കുമ്പോൾ നോക്കിയേ ആരാണ്, സോറി, സമ്മിന്റെ സൈൻ ആണ് നോക്കേണ്ടത്. സമ്മിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. സമ്മിന്റെ സൈൻ എന്താണോ ആ സൈൻ വേണം നിങ്ങൾ ഈ കോമ്പിനേഷനിലെ ലാർജസ്റ്റ് നമ്പറിന് കൊടുക്കണം. ഇപ്പൊ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ കൂട്ടത്തിലുള്ള ലാർജസ്റ്റ് നമ്പർ മീൻസ് ഈ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ ഓരോ കോമ്പിനേഷനിലും ലാർജസ്റ്റ് നമ്പറിന് നിങ്ങൾ നെഗറ്റീവ് കൊടുക്കുക. ഇഫ് ദ സം ഈസ് പോസിറ്റീവ്, അതായത് ഇവിടെ ഇപ്പൊ നെഗറ്റീവ് ആണ്, ഇൻ കേസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കൂട്ടത്തിൽ ഇപ്പം ഇതാണ് ഫസ്റ്റത്തെ കോമ്പിനേഷൻ, ഈ കോമ്പിനേഷനിലുള്ള ഫസ്റ്റത്തെ നമ്പറിന് എന്താണോ സൈൻ, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ -1 നെഗറ്റീവ് സൈൻ ആണ്. അപ്പൊ ഈ കോമ്പിനേഷനിലുള്ള ബിഗർ നമ്പറിന് ഞാൻ നെഗറ്റീവ് കൊടുത്തു. അടുത്തതിലുള്ള ബിഗർ നമ്പറിന് നെഗറ്റീവ് കൊടുത്തു. ഇവിടെയും ബിഗർ നമ്പറിന് നെഗറ്റീവ് കൊടുത്തു. ഇനി ഓരോ കോമ്പിനേഷൻ ചെക്ക് ചെയ്ത് നോക്കുക.
1 പ്ലസ് മൈനസ് 20 രണ്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും -1 കിട്ടുമോ? ഇല്ല. അപ്പൊ ഇതിനെ കൊണ്ട് ആവശ്യമില്ല. സോ 2 മൈനസ് 10 ആഡ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും -1 കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതും കിട്ടൂല, അത് പോയി. വാട്ട് അബൌട്ട് 4 ആൻഡ് -5? 4ഉം -5ഉം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? 4 പ്ലസ് -5 എന്താണ് സംഭവം? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, if you are adding numbers with the different signs, negative ആണ് sign, positive ആണ് sign, what you have to do, just find the difference of the numbers. 4 find the difference എത്രയാണ്? 1 ആണ്. എന്നിട്ടോ put the sign of the larger number. See, you are going to get the same -1. So നമുക്ക് ആവശ്യമുള്ള ആളാരാണ്? ഈ ആളാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 4ന്റെയും -5ന്റെ ടേംസിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. പെട്ടെന്ന് എഴുതിക്കോളൂ. So x square, this -x can be written as plus 4x and -5x. Then you have a -20. It is equated to 0. See, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ടേംസ് ഉണ്ട്. 2 വെച്ചിട്ട് ഗ്രൂപ്പ് ആക്കുക. സോ ഇവിടെ എന്താണ് ബാക്കി ഉണ്ടാവുക? x plus 4. -5x -20യിൽ മൈനസും കോമൺ ആണ്, 5ഉം കോമൺ ആണ്. സോ യു വിൽ ബി ഹാവിംഗ് plus 4 equal to 0. നേരത്തെ പറഞ്ഞ പോലെ രണ്ടിലും x plus 4 കോമൺ ആയിട്ട് കാണുന്നുണ്ട്. x plus 4 പുറത്ത് വെച്ചു. ബാക്കി എന്താ ഉള്ളത്? x - 5 equal to 0 എന്ന് കാണാം. അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ. ഇനി നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ നമ്മൾ ഇത്ര വരെയാണ് ചെയ്തിട്ടുണ്ടാവുക. 2 ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു, അവിടെ അവസാനിപ്പിച്ചു. ബിക്കോസ് യു ആർ സിംപ്ലി ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഫാക്ടേഴ്സ് അല്ല, വാട്ട് ആർ ദ സീറോസ്. മനസ്സിലാക്കുക കുട്ടികളെ, സീറോസ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ഫാക്ടേഴ്സ് തന്നെയാണ്. ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഓരോ ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് എടുക്കുക. എന്ന് വെച്ചാൽ x plus 4 എന്ന് സെപ്പറേറ്റ് എടുക്കുക, ഈക്വൽ ടു 0 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, x plus 4 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എന്തിനാ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ പറയാം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ സീറോ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഡെഫിനിഷൻ ഓഫ് എ സീറോ ഇസ് വാട്ട്? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അറ്റ് വിച്ച് യുവർ p of x ഈക്വൽ ടു 0. So value of x ആണ് നമുക്ക് വേണ്ടത്. So I am keeping x here. I am taking this plus 4 to the other side. Means I have to reverse the operation when you take this plus 4 to the other side. Plus എന്ന് വെച്ചാൽ അഡീഷൻ ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ. അപ്പുറം കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. ഓൾറെഡി അവിടുത്തെ 0 ഉള്ളത് മീൻസ് 0 ആണ് ഇവിടുത്തെ ഡിജിറ്റ്. 0 - 4 becomes -4. അതുപോലെ എന്ത് ചെയ്യുന്നേ? സെക്കൻഡ് ഫാക്ടർ എടുക്കുക. അത് x - 5 ആണ് സെക്കൻഡ് ഫാക്ടർ. ഇക്വേറ്റ് ഇറ്റ് ടു 0. സോ എന്താ നമ്മൾ ചെയ്യുക? എക്സ് ഇവിടെ തന്നെ വെക്കുക. -5ന് അപ്പുറം കൊണ്ടുപോയാൽ എന്തായി? അത് +5 എന്നായി. ശരിയല്ലേ? -5 അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ റിവേഴ്സ് ചെയ്യുന്നു. സബ്ട്രാക്ഷൻ ഉള്ള ഓപ്പറേഷൻ അഡീഷൻ ആകുമ്പോഴാണ് 0 + 5 ഈക്വൽ ടു 5 എന്ന് കിട്ടുന്നത്. സി, യു ഹാവ് ഗോട്ട് 2 zeros. വെരി സിമ്പിൾ. നമ്മൾ ആകെ ചെയ്തിട്ടുള്ള എക്സ്ട്രാ സ്റ്റെപ്പ് എന്താ? ഈ ഒറ്റ സ്റ്റെപ്പേ ആകെ ചെയ്തിട്ടുള്ളൂ. ഫാക്ടറൈസേഷൻ മര്യാദ പഠിച്ച കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നൗ യു ഹാവ് ടു റൈറ്റ് therefore zeros of the given polynomial. ആരാണ്? ഇതാണ് given polynomial. So zeros of the given polynomial are x equal to -4 and x equal to 5. ഇങ്ങനെ എഴുതിയിട്ട് അത് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മൾ എന്താ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്ന സീറോസിൻ്റെത്? the value of x at which your p of x is equal to 0. അല്ലേ? എന്ന് വെച്ചാൽ x is equal to -4 ഈ പോളിനോമിയൽ 0 ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് x is equal to -4 എന്ന് പറയുന്ന ഈ വാല്യൂ p of x എന്ന് പറയുന്ന പോളിനോമിയലിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടുന്നല്ലേ ഈ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? p of x എന്ന് പറയുന്ന സാധനം 0 എന്ന് പറയുന്ന വാല്യൂ, 0 എന്ന് പറയുന്ന ആ വാല്യൂലേക്ക് എന്ത് ചെയ്യും? പോകും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ x equal to -4 ഇവിടെ കൊടുക്കുകയാണ്. p of x എന്താണ്? x square - x - 20. So x equal to -4 ആണല്ലോ. So I am calculating p of -4. ഇതാണ് നമ്മൾ പണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വാല്യൂ ഓഫ് എ പോളിനോമിയൽ. യു ആർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് x equal to -4. സോ എക്സിന്റെ സ്ഥാനത്ത് -4 ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ കൊടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ കൃത്യമായിട്ട് ബ്രാക്കറ്റ് കൊടുക്കണം. കാരണം ഈ സ്ക്വയർ എന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് പറയുന്ന സിമ്പിളിനും ബാധകമാണ്, 4 എന്ന് പറയുന്ന നമ്പറിനും ബാധകമാണ്. ഒന്നുകൂടെ പറയാം, നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് സിമ്പിൾ എന്നല്ല അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നെഗറ്റീവ് മീൻസ് ഇറ്റ് ഈസ് -1. ഓക്കെ, സോ മൈനസ് എന്ന് പറയുന്നത് നമ്മുടെ സൈൻ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇറ്റ് ഈസ് -4. സോ ഐ ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് -4. ദെൻ ഐ ഹാവ് -20. സൈൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ശ്രദ്ധിക്കണം. സോ വാട്ട് ഈസ് -4 ദ ഹോൾ സ്ക്വയർ? വെൻ യു സ്ക്വയർ a negative sign or -1, you will be getting positive, and 4 square is 16. Okay, then you have a negative of negative becomes positive 4, then -20. So
മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് 3 നമ്പേഴ്സ് കാണാം. 3 നമ്പേഴ്സിൽ ചില നമ്പേഴ്സ് പോസിറ്റീവും ചില നമ്പേഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, ആദ്യം പോസിറ്റീവ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, കുറെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ സിംപ്ലിഫൈ ചെയ്യുക. അതായത് ആദ്യം 2 പോസിറ്റീവ് 16 4 20, പിന്നെ നെഗറ്റീവിന് വേറെ ആരുമില്ല, സോ 20 minus 20 becomes what? 0. See, at x equal to -4, your p of x, this is the p of x polynomial, p of x is going to be equal to 0. That is where we are saying x is equal to -4 is a 0 of the given polynomial. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ പോളിനോമിയലിൽ x is equal to 5 എന്ന് പറയുന്ന വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് നോട്ടിൽ എഴുതി നോക്കിയേ. നിർബന്ധമായിട്ട് എഴുതി നോക്കണം. എഴുതി നോക്കിയാൽ അപ്പോഴും നിങ്ങൾക്ക് കാണാം this p of x is going to be equal to 0. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഫാക്ടറൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയി. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ഉണ്ടാവണേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എക്സാമിന് അവരെങ്ങനെ തലതിരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് മെൻ ബൈ 0 ഓഫ് എ പോളിനോമിയൽ, ആ ഒരു സാധനം മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, 2 ഫാക്ടേഴ്സ് തന്നിട്ട് പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഫാക്ടേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യാം. അത് 2 ഫാക്ടർ ആണെങ്കിൽ 2ന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഫാക്ടർ തന്നോ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തോ. നമ്മൾ നമ്പേഴ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ, ഇഫ് യു ആർ ഗിവൺ സം ഫാക്ടേഴ്സ് ആൻഡ് ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഗിവൺ പോളിനോമിയൽ, വാട്ട് യു ഹാവ് ടു ഡു, in order to calculate the required polynomial, you have to do what? Just multiply the factors. That's all. Zeros calculate ചെയ്യാനുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇത്. ഈ ക്വസ്റ്റനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും നേരം നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരുന്നു അല്ലെ, ഒരു നമ്പറും കാണുന്നില്ല എന്ന് വെച്ചാൽ 1 ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റനിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 6 ആണ്. ഒറ്റൊരു ചെറിയൊരു കാര്യം മാത്രമേ അവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇത്രയും നേരം ചെയ്ത അതേ സംഭവം തന്നെയാണ്. നമ്മൾ നേരത്തെ സം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞല്ലോ. സം മീൻസ് a plus b നമ്മൾ ആദ്യം പറഞ്ഞ സാധനം, അതായത് the sum of the two numbers you have to calculate. Okay, so ഞാൻ എഴുതാണ് സം എന്ന് വെച്ചാൽ നേരത്തെ മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കണേ. a plus b നമ്മൾ ആദ്യം പറഞ്ഞ സാധനം. Okay, it is the coefficient of what? x, which is -7. Okay, പ്രൊഡക്റ്റ് ഇത്രയും നേരം നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് എഴുതിയത്? ലാസ്റ്റ് 3 മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ, -3 എന്നല്ലേ നമ്മൾ എഴുതുക. ബട്ട് ഇഫ് ദർ ഇസ് എ കോഎഫിഷ്യന്റ് ഫോർ യുവർ എക്സ് സ്ക്വയർ, ആ കോഎഫിഷ്യന്റ് കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. ആ കോഎഫിഷ്യന്റ് എത്ര? 6 അല്ലേ? അത് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി കൊടുക്കുക. -3യും ഇതുകൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. നേരത്തെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സിംപ്ലി -3 എന്നും നേരത്തെ കിട്ടിയിട്ടുണ്ടാവുക അല്ലെ. അതായത് ഈ -3 നിങ്ങൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -3 എന്നല്ലേ കിട്ടുക. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഈ ഒരു സാധനം മാത്രം നോക്കി എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എക്സ് സ്ക്വയറിന്റെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, സോ സിംപ്ലി മൾട്ടിപ്ലൈ ദം, യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ വാട്ട് ഈസ് ആൻസർ ഹിയർ? ഗെറ്റിംഗ് -18. സോ ഈ -18ന്റെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ -18ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു പോയാൽ തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടും. എന്തായാലും നമുക്ക് ആദ്യം നോക്കാം 1ഉം 18ഉം. അടുത്ത ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. 18 ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 9 3 3 എന്ന് കിട്ടും അല്ലെ. സോ ആദ്യം നമ്മൾ എന്താ എഴുതുക? 2 multiplied by what? 3 into 3 എന്ന് വെച്ചാൽ 2 multiplied by 9 എന്ന് എഴുതും. പിന്നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 into 3 6 ആണ്, സോ 6 into 3 എന്ന് എഴുതാൻ പറ്റും. 18 ആണല്ലോ. ബട്ട് എന്താ സൈന്? -18 എന്നല്ലേ മോനെ കാണുന്നത്. -18 ആണ് സൈൻ എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇനി ഏതോ ഒരാൾ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ആരാണ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ സൈനിലേക്ക് പോവാം. ഓക്കെ, സൈനിലേക്ക് പോകുമ്പോൾ എന്താ ഇപ്പോഴും കാണുന്നത്? -7 അല്ലേ സൈൻ കാണുന്നത്. -7 ആണ് സൈൻ, നെഗറ്റീവ് ആണ് അവിടുത്തെ സൈൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ സൈന്, ആ സൈന് ഇവിടെയുള്ള നിങ്ങളുടെ കോമ്പിനേഷനിലെ വലിയ നമ്പറിന് കൊടുക്കുക. സോ ഫസ്റ്റത്തെ കോമ്പിനേഷനിൽ ഇവിടെ നമുക്ക് നെഗറ്റീവ് കൊടുക്കാൻ പറ്റുക, ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ഇവിടെയും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുക ഇതിൽ ഏത് കോമ്പിനേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം സ്വന്തമായിട്ട്. ഇത് കിട്ടില്ല, ഈ താഴത്തെയും കിട്ടില്ല നിങ്ങൾക്ക്, പക്ഷെ രണ്ടാമത്തത് കിട്ടും. അതായത് 2 + -9 എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും the sum is -7. 2 and -9. അതുപോലെ 2 - 9 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? -18 കിട്ടും. സോ രണ്ടാമത്തെയാണ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, എക്സാമിന്റെ സമയത്ത് ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും മക്കളെ. ഓക്കെ, ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഇത് നമ്മൾ എന്ത് എഴുതുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞ? ഇക്വേറ്റ് p of x to 0. എന്നിട്ട് ആ p of x ന്റെ സ്ഥാനത്ത് ആ പോളിനോമിയൽ അങ്ങ് എഴുതി കൊടുക്കുക. 6x² - 7x - 3 = 0 എന്ന് എഴുതുക. 6x² അതുപോലെ തന്നെ 7x എങ്ങനെ മാറ്റി എഴുതണം? +2x - 9x - 3 = 0 എന്ന് കിട്ടി ആണല്ലോ. ഈ രണ്ട് ടേംസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് എടുക്കുക. ഈ രണ്ട് ടേംസിനെ ഗ്രൂപ്പ് ആക്കുക. 6x² 2x ആരാ കോമൺ?
2x അല്ലേ കോമൺ, 6ലും 2ലും 2 കോമൺ ഉണ്ട്, എക്സ് സ്ക്വയർ എക്സ് നോക്കിയാൽ എക്സും കോമൺ ഉണ്ട്. എപ്പോഴും എക്സ് മാത്രം കോമൺ ആണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സോ 6x സ്ക്വയറിന് എന്താ ബാക്കിയുള്ളത്? 3x അല്ലേ, കാരണം 2 × 3 6 കിട്ടും, x × x എക്സ് സ്ക്വയർ കിട്ടും, പ്ലസ് 1 ഉണ്ടാവും, കാരണം 2xൽ 2x പുറത്ത് വെച്ചാൽ ബാക്കി 1 ആണ് ഉള്ളത്. -9x -3, സോ ആരാ കോമൺ? മൈനസും കോമൺ ആണ്, 3യും കോമൺ ആണ്. ബാക്കി എന്താ ഉണ്ടാവുക? -9x -3 പുറത്ത് വന്നാൽ ഇനി ഒരു 3 ആണ് ബാക്കി ഉണ്ടാവുക, ശരിയല്ലേ? 3x -3 -3 പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ? ബാക്കി ഒന്നുമില്ല എന്ന് പറയരുത്, +1 തന്നെ എഴുതണേ, -1 എഴുതി പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എഴുതി പാടും, വേണമെങ്കിൽ ഇതാ ഈ സാധനം തന്നെ അപ്പുറത്തില്ലെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയും ചെക്ക് ചെയ്യാം, എഴുതിയിട്ടൊന്ന് നോക്കുക. -3 × 3x, ഓക്കെ, -9x and -3 × +1 will be getting -3. അപ്പൊ ശരിയാണ്. സോ ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? 3x + 1 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേം, അതിനവിടെ വെച്ചു 2x - 3 = 0 എന്ന് എഴുതി. ഇനി നമ്മുടെ എക്സ്ട്രാ സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? ആദ്യത്തെ ഫാക്ടർ എടുക്കുക 3x + 1 ആൻഡ് ഇക്വേറ്റ് ഇറ്റ് ടു 0 അല്ലേ? ഇനി നമ്മൾ എക്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം എക്സ് ഉൾപ്പെടുന്ന ടേം എന്താണ്? 3x അവിടെ തന്നെ വെക്കുക, ഇത് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായി? -1. ഇനി എന്താ വേണ്ടത്? എക്സ് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. എക്സ് ഈക്വൽ ടു അപ്പുറത്ത് -1 ഉണ്ട്, ഈ 3 അപ്പുറം കൊണ്ടുപോകുമ്പോൾ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പുറം കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആക്കാനേ പാടുള്ളൂ, 3ന്റെ സൈൻ ഒന്നും കൊണ്ടുപോയി മാറ്റരുത്. സോ യു വിൽ ബി ഗെറ്റിംഗ് -1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും, കാരണം ഇവിടെ 3 is multiplied with x. So when you take to the other side, it becomes division. So what is the second factor? 2x - 3 and equate it to 0. So 2x അവിടെ തന്നെ വെക്കുക, x ഉൾപ്പെടുന്ന ടേം ആണ് അവിടെ വെക്കുക. അപ്പോൾ 2x അവിടെ വെക്കുക, -3 അപ്പുറം കൊണ്ടുപോകുമ്പോൾ അത് +3 ആയി, and x equal to 3 divided by 2. Don't change the sign because you have to change the operation. You have to reverse the operation. It is multiplication here. So when you take to the other side, it becomes division. So these are the two zeros. Okay. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രോബ്ലം p of x equal to 6x square - 7x - 3. അതിൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, സീറോസ്. x equal to -1/3, x equal to 3/2. നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമില്ലാത്തൊരു സ്റ്റെപ്പാണ്, ബട്ട് ഒന്ന് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാണ്, സീറോസ് ആർ x equal to -1/3, x equal to 3/2 എന്ന് കിട്ടിയല്ലോ, അത് ശരിയാണോ നോക്കാം. എങ്ങനെയാ നോക്കുക? ആദ്യം p of x ല് p of -1/3 എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഫൈനലി ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. കംപ്ലീറ്റ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫൈനലി യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. മീൻസ് അറ്റ് x equal to -1/3 your p of x is going to be equal to 0. It means see p of -1/3 equal to 0. That is at x equal to -1/3 value of p of x is 0. അതാണ് പോളിനോമിയലിലെ 0 എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ ഡെഫിനിഷൻ നമ്മൾ കൊടുത്തതും. സോ ദാറ്റ് ഇസ് വൈ വി ആർ സെയിങ് x equal to -1/3 is a 0 of the polynomial. Same x equal to 3/2 നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിലല്ല നിങ്ങൾ ചെയ്ത് നോക്കണം, അപ്പോഴും നിങ്ങൾക്ക് p of x equal to 0 എന്ന് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്നു ബേസിക് സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡെപ്തിലേക്ക് പോവാത്തത്. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, x equal to -1/3 എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 6x² ആണ് പോളിനോമിയലിലെ ഫസ്റ്റ് ടേം. സോ 6ന് ഞാൻ 6 ആയിട്ട് തന്നെ എഴുതണം. x² സ്ഥാനത്ത് -1/3 the whole square എഴുതി കൊടുത്തു. -1/3 the whole square. Then -7 അതുപോലെ തന്നെ ഉണ്ട്, -7. x-ന്റെ സ്ഥാനത്ത് മാത്രം -1/3, പിന്നെ -3 അതുപോലെ എഴുതി. സി -1/3 നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ന്യൂമറേറ്ററിലുള്ള ആളെയും സ്ക്വയർ ചെയ്യണം, ഡിനോമിനേറ്ററിലുള്ള ആളെ രണ്ടാളെയും സെപ്പറേറ്റ് സ്ക്വയർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. സോ -1ന്റെ സ്ക്വയർ +1, 3ന്റെ സ്ക്വയർ ഡിനോമിനേറ്ററിൽ അത് എത്ര 9 വരും. പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ വന്നുകൊണ്ട് +7 ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ 3, -3 എന്ന് പറയുന്ന ടേം അതുപോലെ എഴുതി. ഇനി നോക്കുക, 6ഉം 9ഉം ന്യൂമറേറ്ററിൽ കാണാം അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആണ്, 6 × 1 ആണ് കാണുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് താഴെയുള്ള ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. മീൻസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 6ഉം 9ഉം 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 6ന് ഞാൻ 3 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ 2 കിട്ടും. 9ന് എനിക്ക് 3 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യണം ആ സമയത്ത്. സോ ഐ വിൽ ബി ഗെറ്റിംഗ് 3. സോ ഇനി എന്താ ഇവിടെ ബാക്കി ഉണ്ടാവുക? 2/3 അതുപോലെ എഴുതി, +7/3 അതുപോലെ എഴുതി, -3 എഴുതി. ഇനി നോക്കുക, നമ്മൾ ഈ രണ്ട് ആൾക്കാരെ മാത്രമേ ആദ്യം നോക്കുള്ളൂ. രണ്ട് ഫ്രാക്ഷനും പിന്നെ ഒരു ഇന്റീജർ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്യാം. നോക്കുമ്പോൾ നോക്കിയേ, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണ്. സോ 2 + 7 ഒരുമിച്ച് എഴുതി, ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതി, -3 അതുപോലെ തന്നെ എഴുതി. 2 + 7 9,
9/3 എന്ന് വരും. 9/3 യു വിൽ ബി ഗെറ്റിംഗ് 3. ആ -3 ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഉണ്ട് അവിടെ. സോ ഫൈനലി 3 - 3 ബിക്കംസ് 0. ഇതേ പ്രൊസീജിയർ നിങ്ങൾ x = 3/2 നോക്കുക, യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം ആൻസർ. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ 0 എന്ന് പറയുന്നതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇനിയും നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് സെഷനിൽ പ്രോബ്ലംസ് ചെയ്യാം, ഒന്നുകൂടെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന ഒരു സെഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം വളരെ ഈസിയാണ് കേട്ടോ. ഒരു കോൺസെപ്റ്റ് എന്താണ് പോളിനോമിയൽ എന്ന് മനസ്സിലാവണം, എങ്ങനെയാണ് പോളിനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണം. അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അതിന്റെ ഡിവിഷനും കൂടെ പഠിക്കും. എല്ലാം വളരെ ഈസിയാണ്. നിങ്ങൾ ഒരു ഓർഡറിൽ തന്നെ പോവുക കുട്ടികളെ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, 10th മാത്രമല്ല, 10th നിങ്ങൾ ഈ ഒരു ചാപ്റ്ററും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്ന ചാപ്റ്ററും വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 1-2 ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമിനൊക്കെ എഴുതണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും നമ്മളെ കൂട്ടത്തിൽ. ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മിനിമം നിങ്ങൾക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് 10th ക്ലാസ്സിലെ ഈ പറയുന്ന 2 ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് അങ്ങ് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾക്ക് +2 പുതുതായിട്ട് ഒന്നും പഠിക്കില്ല. എന്താണ് 10th ക്ലാസ്സിൽ പഠിച്ചത്, ആ സാധനം മാത്രമേ +2 പഠിക്കാനുള്ളൂ. ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ഈ 10th പഠിച്ചിട്ടുള്ള പോളിനോമിയൽസിനെയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് മിനിമം 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും നമുക്കത് കാണിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കഴിഞ്ഞ വർഷം, അതായത് ഇപ്പോൾ ഒരു ബ്രേക്കുള്ള ടൈമാണ്, കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടുള്ള ഈവൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. സോ വളരെ ഈസി ആയിട്ട് പഠിക്കുക, വളരെ ഒരു കൂളായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക, സംഭവങ്ങളൊക്കെ ഉഷാറാവട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.